ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ട്രാവൽ റാപ്പ്. നമ്മളിപ്പോ ഉള്ളത് ബാലിയിലാണ്, ഇന്തോനേഷ്യ. ബാലിയിൽ നമ്മൾ അതും ട്രാവൽ ഏജൻസി ഒന്നും ഇല്ലാതെ നമ്മൾ തന്നെ ഐറ്റനറി എല്ലാം സെറ്റ് ചെയ്ത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി ട്രിപ്പിന്റെ വ്ലോഗാണ് ഈ കാണാൻ പോകുന്നത്. അതും മെയിൻ ബേബി ആയിട്ട്. ഇവനായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കെയർ ചെയ്യണം, പിന്നെ ഈ ബാലിയിൽ വരുമ്പോഴത്തേക്ക് എവിടെയൊക്കെ പോകണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോക്കകത്ത് ഉണ്ടാവും. എവിടെയൊക്കെ സ്റ്റേ ചെയ്യണം, നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ അത്ര നല്ലൊരു ബ്യൂട്ടി, അതായത് കറക്റ്റ് ഐറ്റനറി ഉള്ള അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ സെർച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഓർത്ത് നമ്മളെന്തായാലും ഇത് കുറെ സെർച്ച് ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ കണ്ട് നല്ല കിടിലമായിട്ട് ഈ ഒരു വ്ലോഗ് ചെയ്ത്, അതായത് ബാലി വരാൻ താല്പര്യമുള്ളവർക്ക് പാക്കേജ് എടുക്കാതെ എങ്ങനെ ബാലി എക്സ്പ്ലോർ ചെയ്യാം, വിസ പ്രോസസ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിപ്പോ ഒരു അടുപ്പിച്ച് നമ്മൾ ഇതിന്റെ ഒരു വ്ലോഗ്, അതായത് ഐറ്റനറി ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാവും. ഈ ഐറ്റനറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സിം കാർഡ്, വിസ, പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ കറൻസി എക്സ്ചേഞ്ച്, എവിടെയൊക്കെ പോകണം, എവിടെ സ്റ്റേ ചെയ്യണം, എന്ത് ബഡ്ജറ്റ് വരും, ഫ്ലൈറ്റ് ടിക്കറ്റ്സിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കുറെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടും സ്റ്റേ ഒരു അതായത് സിറ്റിക്കുള്ളില് ഇച്ചിരി സേഫ് ആയിട്ടുള്ള സ്ഥലം, എല്ലായിടത്തും ഇവിടുത്തെ സേഫ് തന്നെയാണ്. പക്ഷെ എന്നാലും കുട്ടി ഉള്ളതുകൊണ്ട് അടുത്തടുത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി കാര്യങ്ങളുള്ളത് നമുക്ക് വേണമായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും അങ്ങനത്തെ ഒരു വീഡിയോസ് നമുക്ക് കുറവായിരുന്നു കാണാൻ വേണ്ടി. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു ഫൈനലി അങ്ങനത്തെ ഒരു സ്റ്റേ. മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട വീഡിയോസ് എല്ലാം 10 ദിവസം ഇൻ ബാലി, 12 ദിവസം ഇൻ ബാലി, അങ്ങനെ നമ്മൾ ആയിക്കൂടെ ഒരു 5 ദിവസം ബാലിയിലുണ്ട്. അതിനകത്ത് നമ്മൾ ഏകദേശം ബാലി, നോർത്ത് ബാലി, സൗത്ത് ബാലി, താഴെ കുട്ട മുതൽ മുകളിൽ നോർത്ത് ബാലി, ഈ കാണുന്ന ബാക്കി കാണുന്ന ഗേറ്റ്, അവിടം വരെയുള്ള ഫുൾ സ്ഥലങ്ങൾ, പിന്നെ ന്യൂസാപ്പിനിട. അപ്പൊ ഇവിടെ വരാനുള്ള ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂട്ടറിനാണോ കാറിലേക്ക് എത്ര രൂപ വരും, പിന്നെ ന്യൂസാപ്പിനിട എങ്ങനെ പോവാം, എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്ലോഗിനകത്ത് ഉണ്ടാവും. സ്റ്റേ ട്യൂൺ, വാച്ച് അവർ വീഡിയോ. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ബാലി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. എയർപോർട്ടിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവന് ഫുഡ് കൊടുക്കുക. ഇനിയിപ്പോ അവന് അതായത് ടേക്ക് ഓഫിന്റെ സമയത്ത് പാൽ കൊടുക്കും അല്ലേ? അതെ. ഭാഗ്യത്തിന് എയറേഷ്യയുടെ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ലെന്ന്, നമ്മുടെ എമിഗ്രേഷനിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, സെറ്റ് ആയിരുന്നു കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോ കൊച്ചിത് ഡിന്നർ കഴിക്കാണ്ട് സെറ്റ് ആയിരുന്നു. ഡൈപ്പർ ബാഗ് കയറ്റി വിട്ടല്ലേ? അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആണ് കേട്ടോ, എന്തൊക്കെയാണ് എസെൻഷ്യൽസും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട്. ഫുഡ് കഴിക്കാം, നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ ഡയപ്പർ ചേഞ്ചിങ് സെഷൻ, ഡയപ്പർ ചേഞ്ചിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെയുണ്ട് കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേക്ക് ഇതേപോലെ ഡെക്കാത്തലിൻ്റെ ഏതെങ്കിലും ഒരു ബോട്ടിൽ, ഇങ്ങനെ ഒരു ക്ലിപ്പ് ടൈപ്പ് ഒരു ബോട്ടിൽ ഓടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെ വെള്ളം നമുക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല റേറ്റ് കൊടുത്ത് വെള്ളം വാങ്ങേണ്ടി വരും. പിന്നെ ഒരു ഹുക്ക് ബാഗിൽ തന്നെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. ചില ബാഗിന് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. എന്തേ കഴിഞ്ഞ പരിപാടിയല്ല? അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ നമ്മൾ ഫസ്റ്റ് കയറുന്നല്ലേ, അത് പയ്യനുള്ളതുകൊണ്ട്. അപ്പൊ എല്ലാവരും കുഞ്ഞു പിള്ളേരായിട്ടുള്ളവർ ഒരിക്കലും ട്രിപ്പ് പോകാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല കൺസിഡറേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട് എല്ലാത്തിലും. അതെ, വെറുതെ നമ്മൾ ഫ്ലൈറ്റിലെത്തിയിരിക്കുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ സ്ട്രോളർ ഇവിടെ കൊടുക്കണം, എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് നമുക്ക് കൊച്ചിനെ കയ്യിലെടുത്തിട്ട് വേണം കയറാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മലേഷ്യ എത്തിയിരിക്കുകയാണ് ഗൈസ്. തുണിയെല്ലാം ഊരിക്കളഞ്ഞ് അങ്കനായിട്ടാ വന്നിരുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളതേ നമ്മുടെ സാക്കിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്
അവൻ ടേക്ക് ഓഫ്, അതായത് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചിറക്കി ചെറുക്കൻ. ഇപ്പം നമ്മളിത് എങ്ങനെ കോലംപൂരിലെത്തി. P90 നമ്മുടെ ഗേറ്റ്, P90. കൊച്ചിന്റെ സാധനം നല്ല സേഫ് ആയിട്ട് പൊടിയൊന്നും പറ്റാതെ. പിന്നെ സ്റ്റിക്കർ അല്ലേ? യെസ്, ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യിക്കുമ്പോഴത്തേക്ക് സ്ട്രോളറിൻ്റെ ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്യിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോളർ മിസ്സാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റ് നേരെ ടു ബാലി. കുറേ പാക്കിങ് എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതേപോലെ തന്നെ ഈ സ്റ്റിക്കർ മേളിൽ തന്നെ നമ്മളുടെ. അപ്പോൾ സെറ്റ് കയറിക്ക് വന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ബാലിയിലേക്ക് റൈറ്റ് സൈഡ്, അതായത് ഫ്രണ്ട് ഫേസിങ് അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് എടുത്താലേ വ്യൂകൾ കണ്ട. അവർക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്. നമ്മളുടെ ഇവിടെ ഒന്നുമില്ല. അതെ, അപ്പോൾ എപ്പോഴും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് റൈറ്റ് സൈഡ് വിൻഡോ സീറ്റ് എടുത്താൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ 14 hours കഴിഞ്ഞ് നമ്മളത് സെക്കൻഡ് കൺട്രി ഇന്തോനേഷ്യയിൽ ബാലിയിലെത്തിരിക്കുകയാണ്. സാക്കി ബോയ് അവൻ ചിരിക്കണ. ചെക്കിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് കൺട്രി ആണിത്. എന്നാലും ജസ്റ്റ് ലേ ഓവറിന്റെ പേരിൽ നമ്മൾ മലേഷ്യയിൽ കാല് കുത്തിയായിരുന്നു. സോ സെക്കൻഡ് കൺട്രി. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മളിത് തിരിച്ചു പോകുമ്പോഴത്തേക്കും മലേഷ്യയിൽ ഒരു 2 days ഉണ്ട്. അത് നമ്മളെന്തായാലും മലേഷ്യയുടെ 2 days ഇൻ മലേഷ്യ എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പുറത്തിറങ്ങാം. ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് നമ്മൾ ഓൾറെഡി വിസ ഓൺ അറൈവൽ എടുത്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ചെയ്താൽ കുറേ ലോങ് ക്യൂ ഒഴിവാക്കാം. നേരെ പുറത്തെത്തുക, ടാക്സി വിളിക്കുക, നേരെ റൂമിലെത്തുക. നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യൂവിൽ നിന്ന് നമുക്ക് ഒഴിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാ വാഴ, മാവ്, തെങ്ങ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ സെയിം ആംബിയൻസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലിയുടെ ആ ഒരു മാപ്പ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയേക്കണത് ടെൻപാസാറിൽ. അവിടെ നമ്മളിപ്പോൾ സ്റ്റേ എടുത്തേക്കണത് കണ്ട കുട്ടയിലാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കണത്. കുട്ട കാണുന്നുണ്ടോ? യെസ്, ഇതാണ് കുട്ട. അവിടെ അല്ലെങ്കിൽ സെമനിയാക്ക് ആ ഏരിയയിലേക്കായിരിക്കും നമ്മൾ ഇന്നും നാളേക്കുള്ള കറക്കം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് സെൻട്രൽ ബാലിയായ ഉബുദിലേക്ക് പോകും. ഉബുദിൽ നമ്മൾ ഒരു ദിവസം കറങ്ങും. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളിതേ നൂസാ പെനിഡ ഈ ഐലൻഡിൽ വരും. ഇതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം ബാലിയുടെ. അവിടെ നിന്ന് തിരിച്ച് വന്ന് ഉബുദിൽ വന്നിട്ട് അവിടെ നേരെ നോർത്തിലേക്ക് പോകും അല്ലേ. ഏതാണ് സ്ഥലം? കിൻഡാമണിയ. ഏതാണ് സ്ഥലം? പുറ ഉലുൺ ദാനു. അതന്നെ ആ ഒരു ഏരിയ ടോപ്പിലേക്ക് പോകും. അത് തിരിച്ച് ഉബുദിൽ വന്നിട്ട് അവിടെ നേരെ ഡെൻപാസാറിൽ നമ്മൾ തിരിച്ച് ഫ്ലൈ ചെയ്യും. ഉലുവാട്ടു. ഇവിടെയാണ് നമ്മളുടെ മറ്റേ ഡാൻസ് ഒക്കെ, നമ്മുടെ കഥകളി പോലത്തെ ഇവിടുത്തെ മെയിൻ ഡാൻസ് അല്ലേ, അതിവിടെയുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. എത്രമാത്രം സക്സസ് ആവും നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇപ്പോൾ ഫുള്ള് ഒരു ഷാമ്പയിൻ തീമിലുണ്ട്. ഇതുണ്ട് ഫുള്ള് ആ ഒരു ട്രൈബൽസിൻ്റെ സംഭവങ്ങളും പിന്നെ മൊത്തത്തിലൊരു എന്താ പറയുന്നത് ഡ്രാഗൺ പോലെ അങ്ങനെ ഒരു ഷാമ്പയിൻ ഷെയ്ഡിലാണ് ഫുള്ള് എയർപോർട്ട് ചെയ്തേക്കുന്നത്. അറൈവൽ ഇതേ കണ്ട അങ്ങോട്ടേക്ക് ക്യൂ ആണ്. പിന്നെ EVS എടുത്തവർക്ക് നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോവാം. അപ്പോൾ എപ്പോഴും വരുമ്പോൾ EVS എടുക്കാൻ നിർബന്ധമായിട്ട് നോക്കുക. കൊച്ചുള്ള കാരണം ഫ്ലൈറ്റിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങിയ കാരണമാണ് എന്നിട്ടും ഇത്രയും ക്യൂ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നേരത്തെ ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഫുള്ള് റഷായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ EVS കൗണ്ടറിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെയും നമ്മൾക്കൊരു പ്രയോറിറ്റിയാണ്. വിസ തന്നെ പ്രയോറിറ്റിയാണ്. അതിൻ്റെ കൂടെ ഇൻഫൻസിനും കൂടി സ്പെഷ്യൽ. ആ പിന്നെയുള്ള ക്യൂവിൽ പോയി നിൽക്കണ്ട, നേരെ നമുക്ക് ഇതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. 60+ പിന്നെ 5 years താഴെ പിള്ളേർ പ്രഗ്നൻസി അവർക്കാണ് ഇത്രയും കൺസിഡറേഷൻ കിട്ടുന്നത്. അപ്പുറത്തെ ഇമിഗ്രേഷൻ്റെ ക്യൂ ഉണ്ട്, അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. അത് കാരണമാണ് നല്ല ലോങ് ക്യൂസ് ആണ്.
അങ്ങനെ നമ്മളത് സെറ്റായിട്ട് എത്തി. ഫോർട്ടീൻ തന്നെ ഏകദേശം $100 എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പോൾ 15,50,000 കിട്ടി. 15,50,000. അപ്പോൾ തൽക്കാലം നമ്മുടെ പരിപാടി നോക്കിയിട്ട് നമുക്ക് ബാക്കി മാർക്കറ്റിൽ നോക്കാം. നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ സിം കാർഡ് നോക്കിയിട്ടാ. സിം കാർഡ് ഭയങ്കര തേപ്പ് ഉള്ളിൽ. പിന്നെ അതേപോലെ നമ്മളിത് ഇപ്പോൾ ടാക്സി നോക്കിയപ്പോൾ അതും തേപ്പ്. അങ്ങനെ നമുക്ക് ഗോജക്ക് ഇവിടെ വരുമ്പോൾ നിർബന്ധമായിട്ട് ഗോജക്ക്, ഗ്രാബ്, അത് ഒരുവിധപ്പെട്ട തായ്ലാൻഡ്, ഇന്തോനേഷ്യ അങ്ങനെ എല്ലാ കൺട്രീസിലും വർക്ക് ആകുന്നൊരു, അതായത് ഊബർ, ഓല പോലത്തെ സാധനമാണ്. അപ്പോൾ ഇനി അവിടുത്തെ ആകെ ഇവിടെ നിന്ന് ഹോട്ടലിൽ അവർ പറഞ്ഞ ഏകദേശം ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ 1000 രൂപയാണ് പറഞ്ഞത് എയർപോർട്ടിൽ നിന്ന്. ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 400 റുപ്പീസ് നാട്ടിൽ അത്രേ വരുന്നുള്ളൂ ഗോജക്ക്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് നേരെ അങ്ങടേക്ക് പോകണം. ഒന്ന് തന്നെ ഗോജക്ക് ബുക്ക് ചെയ്യുക. ഇവിടെ വന്ന് നമ്മുടെ ഗോജക്കിൻ്റെ പിക്കപ്പ് ആൾക്കാർ ഇപ്പോൾ ഉണ്ടാവും. ഇവർ നമ്മളെ അങ്ങടേക്ക് ഗൈഡ് ചെയ്യും. നമ്മുടെ കാർ എവിടെയാണ് അങ്ങടേക്ക്. ആ കോടൊക്കെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർ നമ്മളെ കാറിലേക്ക് ഗൈഡ് ചെയ്തിട്ട് പറഞ്ഞാണ്. ഇവിടെ എല്ലാം നമ്മളുടെ ഒരു ഇന്നോവ, ഒരു നമ്മുടെ ഇതില്ലേ എർട്ടിക, ആക്കാനുള്ള വണ്ടികൾ അതുണ്ട്. ആ കിടക്കണൊക്കെ വയ്ക്കും സെയിം എർട്ടിക തന്നെ. ആ വണ്ടിയിലേക്ക് എത്തിക്കും. ഇനി ഇവിടെ നിന്ന് നേരെ ചെറിയ വണ്ടികൾ ഒന്നും തന്നെ കണ്ടില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാം വലിയ വണ്ടികൾ തന്നെ. You're going to drive? Yeah, I'm driving. Okay. What's your name? My name is Defa. Yeah. Sharon, India. Yeah, hi. Nice to meet you. Thank you. Same to you. Voila. വണ്ടിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? ചൂട് കൂടുതലല്ലേ? ശരിക്കും ഈ ബാലിഗേറ്റ് വേറെ എവിടെയാണ് ഉള്ളത്? മെയിൻ സ്ഥലം നോർത്തിലാണോ? ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ പറയുക, ഇവിടെ റൈറ്റ് ആൻഡ് ഡ്രൈവ് തന്നെയാണ് നമ്മുടെ അവിടെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വണ്ടി റെൻ്റ് എടുക്കാനുള്ള സംവിധാനം നോക്കണം. IDP ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആയിട്ടൊക്കെ നമ്മൾ വന്നേക്കണത്. അറിഞ്ഞൂടെ കിട്ടുമെന്ന് നമുക്ക് എന്തായാലും അത് ചെക്ക് ചെയ്യണം. അത് കിട്ടിയാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാര്യം ഇവനായിട്ട് എല്ലായിടത്തും പോകാൻ വേണ്ടി സ്കൂട്ടറിനേക്കാൾ ഇത്രയും കൂടി കൺവീനിയൻറ്റ് നമുക്ക് കാറായിരിക്കുമല്ലോ. പക്ഷേ അങ്ങനെ കുറേ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എന്താ പറയുന്നത്? യെസ്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം തന്നെ ഇത്രയും കൂടി അമ്പലങ്ങളൊക്കെ കൂടിയ ഒരു വിയറ്റ്നാം എന്ന് പറയില്ലേ. പക്ഷേ വിയറ്റ്നാമിനേക്കാളും ക്ലീൻ ആണല്ലേ മൊത്തത്തിൽ കാണാനും. പിന്നെ അതെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടാന്ന് പറഞ്ഞെങ്കിൽ ഒരു പഴയ ഏരിയ ആണ്. അതായത് ബാലിയിൽ തന്നെ ഓൾഡ് സിറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഏരിയയാണ് ഈ കാണുന്നത്. നമ്മളപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഉണ്ട് നമ്മുടെ ഹോട്ടൽ വരെ. ഈ ഹോട്ടലിലേക്ക് നേരെ ചെല്ലുക. ഹോട്ടലിൽ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയത്. നമുക്ക് എന്തായാലും ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കണ്ടല്ലേ. അവനും പറഞ്ഞേ, അവനും വ്ലോഗ് ചെയ്തിട്ടിരിക്കണേ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം വിട്ടുപോയി. ഞങ്ങൾ എല്ലാപ്പോഴും ചെയ്യുന്നൊരു കാര്യം വിട്ടുപോയി. ഇവിടെ വന്നിട്ടാണ് ചെയ്യേണ്ടി വന്നാൽ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറ്റാതിരിക്കട്ടെ, പറ്റിയാൽ പോലും ഇവിടുത്തെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ എത്തി, കോലാലംപൂരിൽ എത്തിയിട്ടാണ് ഞാൻ ചെയ്തത്. ഭാഗ്യത്തിനത് കിട്ടി. പക്ഷേ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കുക. പോളിസി ബസാറിൽ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഫിലിപ്പീൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ ഈ 3 രാജ്യങ്ങൾക്ക് 3 പേർക്കും കൂടി 2,700 രൂപ റിലയൻസിൻ്റെ. ഇവിടെ ആരും കാറ് സജസ്റ്റ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നല്ല ട്രാഫിക്, എന്താ പറയുക, ഹെവി ട്രാഫിക്കാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു ആ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് 8 കിലോമീറ്റർ 7 കിലോമീറ്റർ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഏകദേശം 2.5 കിലോമീറ്ററിന് 12 മിനിറ്റ് കാണിക്കണം. 2.5 കിലോമീറ്റർ ഹെവി ട്രാഫിക്കാണ് ബാലിയിൽ. കാരണം വെച്ചാൽ ചെറിയ വണ്ടി വളരെ കുറവാണ്, വലിയ വണ്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ. പിന്നെ റോഡ്സ് എല്ലാം നല്ല നാരോ ആണ്. പക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പയ്യൻ ആയക്കൂടി 100, അതായത് നാട്ടിൽ 500 രൂപക്ക് ഇത്രയും ദൂരം എത്തിക്കുകയും ചെയ്തു ഇത്രയും വലിയൊരു വണ്ടിയിൽ. അങ്ങനെ നമ്മളതേ നമ്മളുടെ റിസർവേഷൻ ചെയ്തിട്ടുണ്ട് ക്ലൂക്ക് വഴി. നല്ല അടിപൊളിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. കുട്ടയിൽ നമ്മളുടെ പരിപാടികൾ, റിസപ്ഷനിലെ പരിപാടി ആയി കഴിഞ്ഞ് ഇതേ റൂം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇതാണ് നമ്മുടെ റൂം. റൂം ടൂർ ചെയ്ത് അങ്ങോട്ട് വെറുപ്പിക്കുന്നില്ല, പെട്ടെന്ന് കാണിക്കുന്നത്. വേണ്ട, കുളിക്കാനുള്ള ഏരിയ, ടോയ്ലറ്റ്, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല പക്കാ ക്ലീൻ ഇട്ടാ. പിന്നെ അതെ ലഗേജ് വെക്കാനുള്ള സംഭവങ്ങൾ, ബെഡ്, ഇതാണ് സെറ്റപ്പ്. പക്ഷെ എത്ര നീ റൂമിന്? 2,000 രൂപ. എത്ര ദിവസത്തേക്ക്? ഒരു ദിവസത്തേക്ക് 2,000 രൂപ. 2 ദിവസം അടിപൊളി. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ?
പിന്നെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട നമ്മുടെ ഇന്ത്യൻ പ്ലഗ് സെറ്റാണ് സംഭവം, കറക്റ്റായിട്ട് കയറുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ ശ്രദ്ധിച്ചായിരുന്നു. ഇനി ബാക്കിയുള്ള ഇടത്തൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ സെയിം തന്നെയാണ് പോർട്ടില്ലേ, അതായത് നമ്മുടെ പ്ലഗ് കുത്തുന്ന എല്ലാം സെയിം തന്നെയാണ്. കണ്ട ഏറ്റവും വലിയൊരു സംഭവം ഉണ്ട്, അതായത് ഇങ്ങനെ കുറെ അടുത്ത് ഇങ്ങനെ ഇതിപ്പോ ബിയറിന്റെ ട്രക്കാണ്, ഇതേപോലെ ട്രക്ക് ഉണ്ട്, പല കൈൻഡ് ഓഫ് ട്രക്സ്, അതായത് ഫുഡിന് വേണ്ടി, പിന്നെ ഈ ബാർബിക്യൂ ട്രക്ക്, കുറെ വെറൈറ്റി ലൈവ്ലി സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഈ നമ്മുടെ ഇതിന്റെ പേര് കുട്ടാന്ന് തന്നെയാണ്, കുട്ടയിൽ തന്നെ ലെഗിയോൺ അങ്ങനെ ഒരു പറയുന്ന ഒരു പ്രത്യേക പേരാണ് ഈ ഒരു സിറ്റിയുടെ പേര്. നമ്മൾ സിം എടുത്തിട്ട് ഇത് എയർപോർട്ടിനേക്കാളിൽ അവധി കിട്ടി 2.5 ലക്ഷം ഇവിടുത്തെ റുപ്യ, അതായത് ഏകദേശം ഒരു 1300 നാട്ടിൽ വരും 40 GB. അവിടെ എയർപോർട്ടിൽ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും ഡബിൾ പ്രൈസാണ് എയർപോർട്ടിൽ. ടെലികോംസെല്ലാണ് ഇവിടുത്തെ ഏറ്റവും മൂവിങ് സിം കേട്ടോ. അപ്പോൾ എപ്പോഴും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഇൻ്റർനെറ്റ് വൈഫൈ കണക്ട് ചെയ്തിട്ട് സിറ്റിയിൽ വന്നിട്ട് സിറ്റിയിൽ നിന്ന് എടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അതേപോലെ കറൻസി എക്സ്ചേഞ്ച് നമുക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമുക്ക് കറൻസി എക്സ്ചേഞ്ച് കിട്ടും? 15.5 ആയിരുന്നു കിട്ടിയത്, ഇവിടെ 15.9 ഉണ്ട്, അതായത് ഡോളേഴ്സിന് $1. ഇത് നമ്മുടെ ബാലിയുടെ ഫസ്റ്റ് ഡേ, അതായത് ഇപ്പോൾ വന്നിറങ്ങി ഉള്ള സമയം ഒരു ചെറിയ സമയം പോലെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചത് നൈറ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മളുടെ ഈ കുട്ട ഏരിയയിൽ നമ്മൾ മൊത്തത്തിൽ നടന്നിട്ട് പിന്നെ നമ്മൾ മാക്സിമം ഒന്ന് സെമിനിയാക്ക് ബീച്ച് വരെയും പോകണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും കൂടി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടി പോകണം. അപ്പോൾ നാളെ നമുക്ക് ബാക്കി ഉൾവാട്ടു ആ ടെമ്പിൾ ആ ഒരു ഏരിയ പിടിക്കാൻ പറ്റും. ടയർഡായത് കാരണം അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യില്ല, കുറച്ച് നേരം നമുക്കൊന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കാണിച്ചില്ലേ കിടിലം വൈബാണ് താഴെ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ തിരിച്ചു വരാം. ഒത്തന്റിക് ബാലി ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ നാസി ബാലി റെസ്റ്റോറൻറ്റ് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തന്റിക് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഹായ് യാ ഒത്തന്റിക് ബാലി ഫുഡ് റൈറ്റ്. എനിക്ക് തന്നെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പെർഫോമൻസ് ഒക്കെ അല്ലേ. What is this dress costume name? Balinese. Balinese. Balinese dress. Okay, thank you. Order one. This one, nasi goreng bumbu Bali, and this nasi Bali Raja, full everything. ഇതാണ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ, അവരും ഇരിക്കാൻ കംഫർട്ടബിൾ. അതുകൊണ്ട് ഈ ഏരിയ ഒരു നല്ലൊരു നൈസ് വൈബായിട്ടുള്ള ഏരിയ കേട്ടോ. കംപ്ലീറ്റ്ലി റെസ്റ്റോ ബാർസും ഹോട്ടൽസും അങ്ങനെയാണ് ഈ ഫുൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് നമ്മുടെ അപ്പുറത്തെ ഹോട്ടലിൽ സോങ്ങാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇവിടെ എന്തായാലും മുളകൊണ്ടൊക്കെ എന്തൊക്കെയോ അവർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ഒരു ബാലി എങ്ങനെയാണോ അതാണ് ഈ ഹോട്ടൽ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ കയറാന്ന് വിചാരിച്ചു. നമ്മുടെ ഫുഡ് വരട്ടെ, ഫുഡ് ടൂർ കൂടി ചെയ്യാം നമുക്ക് എന്തായാലും. ഇവിടുത്തെ ഇവിടുത്തെ ഞാൻ വന്നപ്പോൾ കണ്ട ബിയർ ഉണ്ട്, സിംഗരാജ്. ഇവിടുത്തെ മെയിൻ ബിയർ ആണല്ലേ? യെസ് 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 യെസ്. സിംഗരാജ്. Yeah. Sorry. And this one for sambal, yeah? Sambal, garlic, and ambal, and salty. Yes. Sweet. ഒരു ഗാർണിഷിംഗ് സ്റ്റൈലൊക്കെ കണ്ട ഇങ്ങനെ സാധനത്തിന് വരാനുണ്ട്. നമുക്ക് എന്തായാലും ഇത് അറ്റാക്ക് ചെയ്യാം ഫസ്റ്റ് തന്നെ. Yeah, this is sticky rice.
Yeah, black rice for dessert. എന്താണ് സംഭവം? സ്റ്റിക്കി റൈസ്. Yeah, Sticky rice. Okay. She knew as well. And this one for soup, yeah? Oh. Yeah, soup gerang asam, this name Balinese. The good one, like baso. Yeah, and curry rice and traditional meat for Balinese. Thank you. Thank you. നമ്മുടെ സ്പെഷ്യൽ സാധനം എങ്ങനെയുണ്ട്? പാച്ചോറില്ലേ പള്ളിയിലൊക്കെ നിറച്ചിട്ടില്ല, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഫുഡിന്റെ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ഫുഡ്. നമ്മുടെ പണത്തിനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഇച്ചിരി കൂടി ഉള്ളു ബാക്കി. അത് ഞങ്ങൾ ഇന്നലെ ഡിഷെടുക്കെ പോകുള്ളൂ ഇവിടുന്ന്. സൂപ്പർ, നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി സാധനം കേട്ടോ. ഏറ്റവും സ്പെഷ്യൽ ഇതാണ്ട സിംഗരാജ. ഈ നമ്മളുടെ കുട്ടിയുടെ നൈറ്റ് ലൈഫ് വെറുതെ ഓസമാണത് ഉണ്ടാവും. ഇതിപ്പോൾ അവിടെ പാടാൻ നിൽക്കുന്ന ആൾക്കാരല്ല, ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നേക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടുന്നത്. ഹസ്ബൻഡ് ടേക്ക് കെയർ ആണ്. നമ്മുടെ നാട്ടിലും കൂടി പറഞ്ഞ നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവം ഉണ്ട്. രാവിലെ തന്നെ അക്രമത്തിന് വന്നിരിക്കുകയാണ്. എല്ലായിടത്തും എല്ലാ ടീച്ചറും രണ്ട് സണ്ണീസ്, ഒരു സണ്ണിയും സണ്ണി സൈഡപ്പും. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി എത്തി. ആ ഒരു നമ്മുടെ സ്ട്രീറ്റ്സ് എല്ലാം കറങ്ങിയിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് ഡേ അവിടെ വെച്ച് തന്നെ നമ്മൾ നമ്മുടെ ഒരു പുള്ളിനെ പരിചയപ്പെട്ട്. പുള്ളിക്കാരൻ പറഞ്ഞ് നമ്മളിങ്ങനെ ഫസ്റ്റ് തന്നെ സ്കൂട്ടർ എടുത്ത് പോകാനുള്ള പരിപാടിയൊക്കെ ഇരുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. പിന്നെ ഈ കുഞ്ഞിനായിട്ട് നമ്മൾ ഇത്ര ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. അത്ര സ്കൂട്ടറിൽ പോയി പിന്നെ അവിടെ കറങ്ങി. പിന്നെ എൻ്റെ സ്ട്രോളറൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൊണ്ട് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് പ്ലാൻ നമ്മൾ ബി ആക്കി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ സ്കൂട്ടറിന് ഏകദേശം ഒരു 800 900 റേഞ്ചുകൾ ഒരു ദിവസത്തേക്ക്. പിന്നെ ഫ്യൂൽ നമ്മൾ എക്സ്ട്രാ അടിക്കണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ, അതായത് ഏകദേശം നാട്ടിലെ ഒരു 3000 രൂപ അടുപ്പിച്ചുള്ള എമൗണ്ട്. ഇപ്പോൾ ഇത് കണക്കൂട്ടാൻ സുഖമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 1 ലക്ഷം ഇവിടുത്തെ രൂപയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു 500 രൂപ ആവറേജ് അങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയ്ക്ക് ലാഭമാണ്. 2500 രൂപ റേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മളിത് ബുക്ക് ചെയ്ത് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഇവിടെ നിന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് GWK പാർക്കല്ലേ രേഷ്? GWK പാർക്കാണ്. അതും ഇതേപോലെ സ്കൾച്ചർ, അതായത് നമ്മുടെ എന്താ പറയുക ഗരുഡ, വിഷ്ണു അങ്ങനത്തെ ആ ഒരു സംഭവങ്ങൾ ഇവിടെ തന്നെ കാണാൻ ദൂരേല്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ 3-4 ബീച്ചസ് ഉണ്ട്. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹം, ക്ലിഫ് 2 നിന്നിട്ട് നടുക്കൂടി പോണ റോഡ്, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ ഒരു ബീച്ച് എപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, അവിടെ പോകാനുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടാൽ സംസാരിക്കണം. അവർക്ക് അത്രമായിട്ട് നമ്മുടെ അംഗ്രേസി ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ പക്ഷേ ട്രാൻസ്ലേറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ GWK പാർക്ക് പിന്നെ ബീച്ചുകളൊക്കെ കണ്ടിട്ട് വൈകിട്ടാണ് ഉൾവാട്ടും. അങ്ങനെ നമ്മൾ ഈ ഏകദേശം താഴെയുള്ള ബാലി, അതായത് ഉബുദിന് താഴെയുള്ള ഭാഗങ്ങൾ, എയർപോർട്ട് ഏരിയകൾ നമ്മളുടെ ഫുള്ള് കവറാണ്. അതായത് നാളെ നമ്മൾ അടുത്ത പ്ലാൻസ്. അതെ, അവനെ കൊണ്ട് ഒരു ശല്യമില്ല, എല്ലായിടത്തും അവനാകെ ചൂട് പറ്റുന്നില്ല, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. സേ ഹായ്. അപ്പൊ പുള്ളിയുടെ മൊത്തത്തിലുള്ള സഹകരണങ്ങളെല്ലാം നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ നമ്പർ ഇടുന്നതാണ്. ഐ വിൽ ഷെയർ യുവർ നമ്പർ ഇൻ ഡിസ്ക്രിപ്ഷൻ വീഡിയോ. ഓക്കെ, പേഴ്സൺ വിൽ കോൾ ഫ്രം ഇന്ത്യ. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി മെയിൻ സ്റ്റാച്യു വരെ എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ബാക്കി അവിടം വരെ എത്തിയില്ലെങ്കിൽ നമ്മൾ അവിടെ വരെ പോകില്ല, താഴേന്ന് ഫോട്ടോ എടുക്കും. വിത്തിൻ 1 hour മാക്സിമം. ഓക്കെ.
പണി കിട്ടിയാനായിട്ടാ. ബാക്കി നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്ക് സ്റ്റാർബക്സ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും നമുക്ക് നമ്മളുടെ സ്ട്രോളർ കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. എല്ലായിടത്തും അതിനുള്ള ഒരു പാത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സ്ട്രോളർ ഉള്ളാറെന്നൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റാ. അല്ല, എല്ലായിടത്തും കണക്ടിവിറ്റി ഉണ്ട്. കണക്ടിവിറ്റി ഉണ്ട്. സുരേഷ്, എനിക്ക് തോന്നുന്നേ ഒരു മല മൊത്തത്തിൽ ഇങ്ങനെ ചെത്തി കേക്ക് പോലെ ആക്കി വെച്ചേക്കണേ അല്ലേ? എല്ലായിടത്തേക്കും ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു ഒത്തിരി പേര് സ്ട്രോളറിൽ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ എത്തിപ്പെടുമായിരിക്കും. കയറാൻ പറ്റിയ ഓസമായിരിക്കും അല്ലേ? അതെ. വേറെ ഒന്നും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല. ഇത് കേറ്റാൻ പറ്റില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ അവൻ എടുത്തോണ്ട് കേറി ഇറങ്ങണത് അടപ്പിളകാൻ. നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോ കാണുന്നത് ഈ സ്റ്റാച്യു ഉണ്ട്. നമ്മളെന്നാ ലാൻഡിങ് ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ആ സംഭവമാണ്. എത്ര വലുതാണ് സംഭവം. കയറാൻ വേണ്ടി എത്ര ചാർജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പ് വരെ കയറാൻ പറ്റും. അതിന്റെ നമ്മളിപ്പോൾ ഉള്ളത് JWK പാർക്കിലാണ്. ഗരുഡ വിഷ്ണു കെർക്കൻ അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. വിഷ്ണുവിന്റെ വാഹനത്തിനെയാണ് ഗരുഡായിട്ട് അവര് ഹിന്ദുയിസത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു സ്റ്റാച്യു ആണ് നമ്മൾ ഈ നിൽക്കുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി US-ല് ഒരു 30 മീറ്റർ അതിനേലും ഹൈറ്റ് കൂടുതലാണ് ഈ ഒരു സ്റ്റാച്യു എന്നാ പറയുന്നത്. സ്റ്റീലും ബ്രാസ് കോപ്പർ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതിലാണ് ഇത് ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. സായിപ്പ് ഫാനില്ലാതെ പറ്റാത്ത സായിപ്പ്. സായിപ്പ് വലിയ ഫാനിന്റെ അടിയിലാണ്. കാറ്റ് കിട്ടിയാൽ മതി കൊച്ചിട്ട്. ഹലോ, ടാറ്റോ നിങ്ങണോ? വന്നപ്പോഴത്തേക്കും അത് ടോപ്പ് ഓഫ് ദ സ്റ്റാച്യു കയറാൻ വേണ്ടി വേറെ പാസ്സാണ്. 2.5 ലക്ഷം രൂപയാണ് ഇതിന്റെ ടോപ്പിൽ കയറാൻ വേണ്ടി. നമുക്ക് ആ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് ഇതിനകത്ത്. വ്യൂ ഉണ്ടല്ലേ താഴോട്ടുള്ള. വണ്ടി ഇതാണ് ടൊയോട്ടയുടെ അവാൻസ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഓൾ ഡൺ. ഇനോവയുടെ ചെറിയ മോഡല്. നമ്മൾ നേരത്തെ JW പാർക്കിന്റെ ആ വലിയ ഒരു സ്റ്റാച്യുവിന്റെ ബാക്ക് ഭാഗം ഉണ്ട്. നമ്മളടുത്ത ബീച്ചിലേക്കും ഉൾവാട്ടിലേക്ക് പോണ പുള്ളി ഒരു ഷോർട്ട് കട്ട് എടുത്താണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് ബാക്കിലെത്തി. നമ്മ ക്ലിഫിന്റെ മേളിൽ നോക്കുമ്പോഴത്തേക്ക് ബീച്ച് കണ്ടാണ് അവിടെ. രണ്ടാമ ബീച്ചിലേക്ക് കയറാൻ വേണ്ടി ഏകദേശം 35,000 ആണ് കേട്ടോ. ഇന്ത്യൻ റുപ്പിയാണ് പറയുന്നത്. ഇതൊക്കെ അടിപൊളി പാരഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാണ്ഡവ ബീച്ച്. ഇവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാൽദീവ്സ് പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും മാൽദീവ്സ് നമുക്ക് 4 സൈഡിൽ കടൽ മാത്രമേ ഇട്ടുള്ളൂ.
ഒരു ഐലൻഡ് വൈബാണ്. മാൽദീവ്സ് ഓപ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ആയി ഓപ്ഷൻ ലക്ഷദ്വീപ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇന്ത്യൻസിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാത്തിനേക്കാളും അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലി തന്നെയാണ്. ബാലിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി ബ്ലൂ ബീച്ചസ് കിട്ടും. അത് കൂടാതെ ബീച്ചസ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇതേപോലെ തന്നെ കുറേ അടിപൊളി ടെമ്പിൾസ്, പിന്നെ ബാലിയിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡേ ആണ്. ഇപ്പൊ വന്നപ്പോൾ തന്നെ ഞാൻ മാൽദീവ്സിൽ പോയ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, മാൽദീവ്സ് നല്ലതാണ്, ഒരു ഹണിമൂൺ സ്പോട്ടാണ്. പക്ഷേ ഹണിമൂണിന്റെ കൂടെ തന്നെ കുറേ ഇങ്ങനെ വെറൈറ്റി സംഭവങ്ങളും അടിപൊളി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാലിയായിട്ട് തന്നെ ഫീൽ ചെയ്തത്. രേഷ്മക്കും അത് തന്നെ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ മാൽദീവ്സിനേക്കാളും കൂടുതൽ ഇന്തോനേഷ്യനെ ഇഷ്ടപ്പെട്ടു. വേണ്ട വർക്കല പോലെ തന്നെ നല്ല ക്ലിഫ്, പിന്നെ നല്ല ബ്ലൂ ബീച്ചസ്. നമ്മുടെ ഈ ഇന്തോനേഷ്യ ട്രിപ്പില് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ബാക്കി കാണുന്നത്. 2 സൈഡിലും ക്ലിഫ്, തൊട്ട് സൈഡിൽ കൂടി ബീച്ച്. നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത്, യൂട്യൂബ് പോട്ടെ ഇൻസ്റ്റ ആണെങ്കിലും എന്തിനാണെങ്കിലും കുറേ റീൽസും വീഡിയോസൊക്കെ ഈ ഒരു പ്ലേസിനെ കുറിച്ചുണ്ട്. അത് വരുമ്പോൾ കാണാനുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ കണ്ടില്ലേ നിറച്ച് ഇതല്ല ഉള്ള ആൾക്കാർ. ക്രൗഡഡ് ആണ്. ക്രൗഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമൽ ക്രൗഡ്, പക്ഷേ ഒരു കിടില സ്ഥലം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇത് ഏത് ബീച്ചാണ്, ഇത് ഏത് ബീച്ചാണ് സെർച്ച് ചെയ്യുന്നത്. 2 ബീച്ച് നിയർ 2 ക്ലിഫ് എന്നൊക്കെ പറഞ്ഞ് വരാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അങ്ങനെയാണ് പാണ്ഡവ ബീച്ച് എന്നുള്ള പേര് കിട്ടിയത്. എന്നാലും ഒരു കിടിലം മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നതാണ് ഒരു കിടുക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ കിടുക്ക് ബീച്ച്. കൂടുതലും വൈറ്റ്സും ഫോറിനേഴ്സും മാത്രം വരുന്ന ഒരു കിടിലം ബീച്ച്, പടാങ് ബീച്ച്. ബീച്ചിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫിങ്ങും, പിന്നെ ആകെ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ബീച്ചിൽ നമുക്കുള്ളൂ. നമുക്ക് നേരെ ഇതിൽ കൂടി ഇറങ്ങി നേരെ ബീച്ചിലേക്ക് എത്താം. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ബാക്കി കണ്ട ആ വാട്ടേഴ്സൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് അൺടച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയിലിരിക്കുന്ന സംഭവം. നമ്മളങ്ങനെ പടാങ് ബീച്ച് കഴിഞ്ഞിട്ട് നേരെ ഉളുവാട്ടു ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ വിട്ടുപോയായിരുന്നു ക്ലൂക്ക് വഴി നമ്മളുടെ ഈ പറഞ്ഞ ഉളുവാട്ടു ടെമ്പിളിലെ ഈ കെച്ചക് ഡാൻസിന്റെ ടിക്കറ്റ്. നമ്മളെപ്പോഴും മറക്കാത്തതാണ്, പക്ഷേ 2 ഡേയ്സ് മുന്നെങ്കിലും ബുക്ക് ചെയ്യേണ്ടിയിരുന്നു. കാര്യം ഇവനായിട്ട് മൊത്തത്തിൽ നമ്മൾ ആ ഒരു വരവും എല്ലാം കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. അപ്പൊ ഈ വന്നവർ നിർബന്ധമായിട്ട് ഇത് ബുക്ക് ചെയ്യുക. പക്ഷെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ ഐ ഫോർഗോട്ട് ടു ആസ്ക് യുവർ നെയിം. Your name? Nur Solikin. Because his name Nur Solikin and നാദിം. അപ്പൊ നാദിം ബ്രോ എന്ത് ചെയ്ത് അവിടെയുള്ള ഒരാളെ പോയിട്ട് ടിക്കറ്റ് സെറ്റാക്കി 3 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിക്ക് സെറ്റാക്കി. അതായത് 1.5 ലക്ഷം രൂപ ഒരാൾക്ക്. കണക്കെടുത്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 750 റുപ്പീസേ ഒരാൾക്ക് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഷോ 6 മണിക്ക് 7 മണിക്കുള്ള 6 മണിക്കത്തെയാണ്. വി ഹാവ് ബുക്ക് ഫോർ 6 o'clock, right? Yeah, 6 o'clock. അപ്പൊ ഇനിയിപ്പോ നേരെ Session 1. സെഷൻ 1 കാണാൻ നമ്മൾ പോണത്. അപ്പം And session 2, 7 o'clock. ഓൺലൈൻ എപ്പോഴും നോക്കുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴാണ് ഭയങ്കര ലാഭം വരുന്നത്. നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നഷ്ടം തന്നെ. അതെ, ഇത്തിരി റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ എപ്പോഴും ഓൺലൈൻ തന്നെ സെർച്ച് ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് വന്നതിന് മുമ്പേ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റെഫറൻസ് വീഡിയോ കിട്ടില്ലായിരുന്നു. ഐ ഹോപ്പ്, അല്ലെങ്കിൽ വി ഹോപ്പ് ഈ വീഡിയോ ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും കറക്റ്റ് ആ ഒരു ബാലി കറക്റ്റ് ഒരു ഐഡിയ കിട്ടുമെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിക്കാം. ഡ്രൈവറായിട്ടുള്ള പുള്ളി ഭയങ്കര സപ്പോർട്ടീവാണ്. കണ്ട കൊച്ചിനെ പ്ലെയിനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കളിപ്പിക്കലും പിന്നെ ഇടയ്ക്കൊക്കെ കൊച്ചിനിങ്ങനെ എടുക്കലും ഇങ്ങനെ സ്ട്രോളർ ഉള്ളവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പുള്ളി. ഉച്ചക്ക് നമ്മൾ കഴിക്കുന്നത് നാസിഗോറയാണ്. നാസിഗോറ മീൻസ് ഫ്രൈഡ് റൈസ്. നമ്മുടെ നാട്ടിലെ കപ്പുറത്ത്. അതെ, വെൽക്കം പപ്പടം തരില്ലേ? വെൽക്കം പപ്പടം. ഈ നാട്ടിലെ വെൽക്കം പപ്പടം. ബാലി വന്നിട്ട് പ്രത്യേകിച്ച് മനസ്സിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു ക്ലാസി നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെയാണ് ഈ 300-350 റേഞ്ച്. ചെറിയ കടകളിൽ പോയാൽ അതിലും കുറവ് കിട്ടും. ഇവിടെ ആകെ റെസ്റ്റോറൻറ്റ് ഫുഡ് മാത്രമേ ഇത്രയും കോസ്റ്റ്ലി ഉള്ളൂ. ബാക്കി എല്ലാം ഭയങ്കര ഈപ്പാണ്. അപ്പോൾ നമ്മൾ വിളിച്ച വണ്ടി തന്നെ വളരെ ഈപ്പാണ്. അത് നമുക്ക് കഴിയുമ്പോൾ പറയാം അതിൻ്റെ എത്ര വരും. നമ്മളങ്ങനെ കെച്ചക് ഡാൻസ് കാണാൻ വേണ്ടി ഉൾവാട്ടു ടെമ്പിളിൽ വന്നിട്ടാണ്. ലോങ് ക്യൂ ആണ് ഇവിടെ.
കയറാൻ വേണ്ടി ഇതേപോലെ മുണ്ട് എടുക്കണം. അവിടെ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ രീതിയിൽ അവിടെ കുറെ മുണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എൻട്രി പാസ് എടുത്തിട്ട് നേരെ മുണ്ട് എടുത്ത് വേണം ഉള്ളിലേക്ക് പോകാൻ വേണ്ടി. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയാണ് ഈ കെച്ചപ്പ് ഡാൻസ് ഇറങ്ങണം. കിട്ടിയാ ഇവരുണ്ടാവുണ്ട്. എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് ഓൾറെഡി ലോങ് ഇതാണ് ഉള്ളത്. ഷോർട്ട് ആയിട്ടുള്ളവർക്കാണ് ഇത് വേണ്ടത്. ഓ ഇത് ക്ലിഫിന്റെ മേളിലാരേ ഇത് നോക്കിയ ബീച്ച്. ചെറിയ മഴയുണ്ടല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ മങ്കീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ നമുക്ക് വേറെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായില്ല. ഇതാ കാണുന്നുണ്ട് ടെമ്പിള്. ഇത് നോക്കിയാൽ ക്രൗഡ് നോക്കിയാൽ കെച്ചക് ഡാൻസിന്റെ. എപ്പോഴും ടിക്കറ്റ് നേരത്തെ തന്നെ എടുക്കുക. നമുക്കിത് ഭാഗ്യത്തിൽ കിട്ടിയോണ്ട് ഇങ്ങനൊരു അവസരം കിട്ടി. അപ്പൊ നിർബന്ധമായിട്ട് എടുക്കണം ടിക്കറ്റ് നേരത്തെ തന്നെ. ഇവിടെ ആയിരിക്കും ഡാൻസ് ഷോ നടക്കുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇപ്പൊ സൺസെറ്റ് കാണാൻ പറ്റില്ല, മഴ ചെയ്ത് കാരണം. താഴെയിലവിടെ ബീച്ച്. എന്നിട്ട് കുറച്ച് റെയിൻകോട്ടൊക്കെ തന്ന മഴ ചെയ്ത് കാരണം. ഇതാണ് ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും റെഡി ആയിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് കൂടിയാണ് പരിപാടി നടക്കാൻ വേണ്ടി. നമ്മളുടെ ഷോ സ്റ്റാർട്ട് ആറായി. ഏകദേശം ഫുൾ ആൾക്കാർ റെയിൻകോട്ട് ഇട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. നല്ല കിടിലം മഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് നല്ല മഴ. ഈ സൈഡ് മൊത്തം ഇന്ത്യക്കാരാണ്, ഇന്ത്യൻസ് ആണ്. അവരുടെ രീതിയിൽ കുറെ നല്ല ജൈവിളിയൊക്കെ ഉണ്ട്. നമ്മളെല്ലാം സെറ്റായി. ഒരു മിനിറ്റ്. നമ്മൾ മാത്രം സ്ട്രോളറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും മുതിർന്ന ആൾക്കാരാണ് വന്നേക്കുന്നത്. പക്ഷെ ഇവർ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. ഇത്ര തിരക്കണ്ടായിട്ട് നമുക്ക് ആ സ്ട്രോളർ ഇടാനുള്ള സെറ്റപ്പും എല്ലാ പരിപാടികളും ചെയ്തു തന്നത്. Selamat datang dan terima kasih. Dan selamat datang juga kami ucapkan kepada Bapak dan Ibu dari Top One Group Kalimantan Barat. Selamat datang dan terima kasih. Sekarang kalau demonstrasi semua gamelan dari korban 70 people. Bapak dan Mission. ഇതാണ് കെച്ചക് ഡാൻസ് കണ്ടു കഴിഞ്ഞിട്ട് പോണ തിരക്കട്ട. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കുഞ്ഞായിട്ട് നമ്മൾ പോയി കെച്ചക് ഡാൻസ് കണ്ട് കറക്റ്റ് ആയിട്ട്. അവിടെ വേറൊരൊറ്റ കുഞ്ഞുങ്ങളില്ല, ശ്രദ്ധിച്ചാൽ ഇത്തിരി 2 വയസ്സ് 3 വയസ്സ് കഴിഞ്ഞ പിള്ളേരിലെ താഴെയുള്ള ഇവനെ പോലെ ഇൻഫന്റ് 6 months ആരും ഇല്ല. പ്രൗഡ് മാനെ കാണണല്ലോ.
പ്രൗഡ് മാൻ